സോ ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് തനോത്ത് മാത ടെമ്പിളിലാണ് ഇപ്പോൾ ഉള്ളത്. സോ ഇന്നലെ എവിടെയാണ് കിടന്നുറങ്ങിയത്. ഇത് ടെമ്പിളിൻ്റെ അടുത്തുള്ളൊരു ഇങ്ങനത്തെ ഒരു ഹാളുണ്ട്. താഴെ ഹാളാണ്, മേലെ ഇങ്ങനെ റൂഫ് ടോപ്പ്. സോ ഞാൻ ഈ റൂഫ് ടോപ്പിലാണ് കിടന്നുറങ്ങിയത്. ഞാൻ ആക്ച്വലി ഇന്നലെ ഇവിടെ കൊതുകുണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ടെൻ്റ് ഇട്ടിട്ടാണ് ഉറങ്ങിയത്. സോ പിന്നെ രാത്രിയാകുമ്പോൾ വൻ കാറ്റടിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ടെൻ്റൊക്കെ ഇങ്ങനെ ഇളകി മൂവ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പിന്നെ ഞാൻ രാത്രിയാകുമ്പോൾ ടെൻ്റ് അഴിച്ച് മാറ്റിയിട്ട് പിന്നെ അതായത് സ്ലീപ്പിംഗ് ബാഗിലാണ് കിടന്നുറങ്ങിയത്. നല്ല രസമായിരുന്നു. ഇങ്ങനെ മേലെ ഇങ്ങനെ ആകാശം നോക്കി ഇങ്ങനെ കിടന്നുറങ്ങാൻ. ഫുള്ള് ഇവിടെ പൊല്യൂഷനൊക്കെ കുറവല്ലേ ഈ സൈഡിൽ. അപ്പോൾ ഫുള്ള് നക്ഷത്രങ്ങളൊക്കെ കാണാമായിരുന്നു. അപ്പോൾ അടിപൊളിയായിട്ട് അങ്ങനെ ഉറങ്ങാൻ പറ്റി. അതാണ് അമ്പലം വരുന്നത്, അമ്പലത്തിൻ്റെ ഗേറ്റാണത്. സോ ഇതാണ് അമ്പലത്തിൻ്റെ അവിടെ ഫ്ലാഗ് കണ്ടുകൊണ്ടുള്ളത് അമ്പലം. ഇപ്പുറത്ത് മണലാരണ്യം. വീണ്ടും ഇതിങ്ങനെ മണലാരണ്യമാണ് ഈ സൈഡിൽ. ഇതാണ് അമ്പലത്തിൻ്റെ പാർക്കും കാര്യങ്ങളൊക്കെ വരുന്നത്. അമ്പലത്തിൻ്റെ ഇത് പാർക്കിംഗ് ഒക്കെ ഇവിടെയാണ്. സോ അവിടെ സൺറൈസ് ആയിക്കൊണ്ടിരിക്കുവാണ് അവിടെ. സോ അവിടെ ഇതിൻ്റെ താഴെ ഒരു BSFൻ്റെ ഹോസ്പിറ്റലൊക്കെ ഉണ്ട്. BSFൻ്റെ ഹോസ്പിറ്റലാണ്. ഇവിടുന്ന് പാകിസ്ഥാൻ ബോർഡറിലോട്ട് ഒരു 15 കിലോമീറ്റർ എന്തോ ഉള്ളത്. സോ ഇന്നലെ ഞാൻ ഇവിടുത്തെ ഒരു BSF ഒരു ഓഫീസറിനെ കണ്ടായിരുന്നു. സോ അപ്പോൾ അവർ പറഞ്ഞു 8:30 പോകാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ഇവിടുന്ന് പാകിസ്ഥാൻ ബോർഡർ പോകണമെങ്കിൽ നമുക്കൊരു സ്വന്തമായിട്ടുള്ളൊരു വെഹിക്കിൾ വേണം. നമ്മുടെ വെഹിക്കിളിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ. സോ അപ്പോൾ ഞാൻ ഇന്നലെ അവരുടെ അടുത്ത് സംസാരിച്ചു, ഞാനിങ്ങനെ കേരളത്തിൽ നിന്ന് വന്നതാണെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഏതെങ്കിലും ഒരു വണ്ടിയിൽ അവർ കയറ്റി വിടാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ. പിന്നെ ഒരു മലയാളി ഒരു ഓഫീസറിനെ ഞാൻ കണ്ടു. അവർ തിരുവനന്തപുരത്ത് നിന്നാണ് അവർ. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു ഇങ്ങനെ എങ്ങനെയും ഒന്ന് കയറ്റി വിടാൻ പറ്റുമെന്ന്. അപ്പോൾ അവരും പറഞ്ഞു അതെ 8:30 അവിടെ ഗേറ്റിൻ്റെ അടുത്ത് പോയാൽ അവർ വേറെ ഏതെങ്കിലും ഒരു അങ്ങോട്ട് പോകുന്ന വണ്ടിയിൽ അവർ കയറ്റി വിടാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അറിയില്ല പോകാൻ പറ്റുമോ ഇല്ലേന്ന്. ഇന്നലെ അവരങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം അമ്പലത്തിൽ രാവിലെയും ഫുഡുണ്ട്, രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. സോ ഞാൻ അത് കഴിക്കാൻ പോവാം. രാവിലെ പൂരിയും പിന്നെ ചെന്നാൻ്റെ കറിയും ഉണ്ട് രാവിലെ തന്നെ. സോ അത് കഴിക്കാൻ പോവാം. രാവിലെ നമുക്കിവിടെ ഇത് പൂരിയും പിന്നെ നമ്മുടെ കടലക്കറിയും കിട്ടിയിട്ടുണ്ട്. ഇതാണ് രാവിലത്തെ സീൻസ്. അപ്പോൾ ഇപ്പോൾ സമയം 8:30 നമ്മളിപ്പോൾ ബോർഡറിലോട്ട് പോകാൻ. ഇവിടെ ബോർഡറിലോട്ട് പോകാനായിട്ട് എനിക്ക് നമ്മുടെ കേരളത്തിൽ പണിയെടുത്ത കുറച്ച് ഭായിമാരെ കിട്ടിയിട്ടുണ്ട്. സോ ഈ കാറിലാണ് നമ്മൾ പോകുന്നത്. സോ ഇയാൾ നമ്മുടെ കേരളത്തെ എറണാകുളത്ത് AVT ചായൻ്റെ കമ്പനിയിൽ പണിയെടുത്തിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടത്. കുറച്ച് മലയാളമൊക്കെ അറിയാം. ബൈ മലയാളം മാലുമേ കുറച്ച് ഈ ബൈ കുറച്ച് മലയാളം അറിയാം. നമ്മളവിടെ പണിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ കൂടെയാണ് ഞാനിന്ന് പാകിസ്ഥാൻ ബോർഡറിലോട്ട് പോകുന്നത്. സോ നമ്മളിപ്പോൾ ഈ ഭായിമാരുടെ ബോർഡർ പോവാണ്. സോ ഇതാണ് ബോർഡറിലേക്കുള്ള വഴി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ബോർഡർ. ഇത് ഈ 2 ഭായിമാരെ നമ്മളിവിടെ കേരളത്തിൽ എറണാകുളത്ത് AVT ടീക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുണ്ട്. ഒരു 6 साल है ना 6 साल था ना उधर केरला में. അവിടെ 6 വർഷം അവിടെ 6 വർഷം പണിയെടുത്തിട്ടുണ്ട്. കൈസാ കേരള കൈസാ നല്ലതാണ്. അതായത് നമ്മൾ കേരളത്തിൽ പണിയെടുത്ത് എല്ലാവരും പറയുന്നത് കേരളം നല്ല അടിപൊളിയാണെന്നാണ് പറയുന്നത്. ലക്കിലി എനിക്ക് ഇവർ കിട്ടിയിട്ടുണ്ട്. ഇവരുടെ കൂടെ ബോർഡർ വരെ പോവാറ്. വളവ്
2 ചെക്ക് പോയിൻറ്റ്സ് ഉണ്ട്. എല്ലാത്തിലും നമ്മളെ പേര് എഴുതിയിട്ടുള്ളൊരു ബോർഡർ പാസ് എന്ന് പറഞ്ഞിട്ട് അത് അവിടെ നിന്ന് തരും. അപ്പോൾ അത് ഈ രണ്ട് ചെക്ക് പോസ്റ്റിൽ അത് ഇവിടെ കാണിക്കണം അവർക്ക്, BSFൻ്റെ ഉദ്യോഗസ്ഥർക്ക്. കിലോമീറ്റേഴ്സോളം ഒന്നുമില്ല. नहीं जास्ती है ने अड़ते जैसलमेर से ये साइड में थोड़ा थोड़ा है. मतलब कि 30 किलोमीटर 40 किलोमीटर बाद में छोटा गांव आएगा. उसमें 2 3 5 घर. फिर उसमें भी बाथरूम लेटरिंग सुविधा कुछ भी सुविधा नहीं है. क्लीन ಇಲ್ಲ ಅಲ್ಲ. खुले में ओपनली जाता है लोग मान जंगल जाता है. वो मैं कैंपिंग करा था, मेरा पास टेंट है. सो एक दिन मैं कैंपिंग करा, उधर पे पूछा टॉयलेट है, जंगल. कैंपिंग किधर किया? मैं उधर डेजर्ट में एक दिन उधर डेजर्ट में कैंपिंग किया. एक दिन रूम बुक किया. इधर फैमिली है ना, नियर बाय फैमिली पाकिस्तान कोरची आळगार पाकिस्तान को कोरची आळगार അവിടെ ये आळगार पाकिस्तान फैमिली क्लोज आनो जास्ती. मतलब इसके परिवार में 1-2 पीढ़ी इसका मामा चाचा इसका मतलब कोरचालकर पाकिस्तान कोरचालकर इंडिया. बट इंडियन तालुकाർക്ക് പാകിസ്ഥാൻ പോവല്ല അങ്ങനെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ പോകാൻ പറ്റില്ല. ഞാൻ അറിയില്ല. अड़ते 3 लेडीज पाकिस्तान मतलब 3 लेडीज पाकिस्तान के भी इधर है स्टे. ഇവിടെ ഉണ്ട്. അതെങ്ങനെ വന്നു? वो आगे वापस പോവില്ല. वापस अड़ते जास्ती मतलब काश പിന്നെ प्रॉब्लम जास्ती पाकिस्तान में. അതെന്താ ആണോ? പശുപാലൻ കുറേ ഉണ്ട്. കുറേ പശുപാലൻ ഞാൻ കണ്ട് കുറേ ആൾക്കാർ. നടുക്കൂടി ഇത് ഈ റോഡ് നേരെ ബോർഡറിലോട്ടാണ് ഈ റോഡ് പോകുന്നത്. बकरी बोलते हैं यहाँ पे, बकरी और भेड़. हमारी भाषा में इसको टाटा बोलते हैं. टाटा आड़ आड़ आप बोलते आड़ 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 टाटा. അതവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു ഇൻഡോ പാക് ബോർഡർ. സോ ഇതാണ് ഇവിടുത്തെ ഗേറ്റ് വരുന്നത്. ഇതാ ഈ ഭയ്യന്മാരുടെ കൂടെയാണ് നമ്മൾ ഇന്ന് പാകിസ്ഥാൻ ബോർഡറിലേക്ക് വന്നിട്ടുള്ളത്. ഹായ് ബോലോ ഭയ്യ, ഹായ് ബോലോ. ഇതിൽ ഇവർ 2 പേര് നമ്മുടെ കേരളത്തിൽ വർക്ക് ചെയ്ത ആൾക്കാർ. ഇവർ 3 പേര് ഫ്രണ്ട്സ് ഒക്കെയാ. ഇവർ 3 പേര് ഫ്രണ്ട്സ്. അപ്പോൾ ഇവരാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഈ പാർക്കിങ്ങിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഈ പാകിസ്ഥാൻ ബോർഡറിൻ്റെ ഇൻഡോ പാക് ബോർഡറിൻ്റെ പാർക്കിങ്ങിൻ്റെ അടുത്ത് ഇവിടെ വലിയൊരു കവാടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു വലിയ ഗേറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വെൽക്കം ടു ഇൻഡോ പാക് ബോർഡർ എന്ന് എഴുതിയിട്ട് ഇവിടെ സോ ഇതിങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. സോ അവരുടെ കൂടെയാണ് ഞാൻ വന്നത്. അവർ 3 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എനിക്ക് ഒരാളെ സ്ഥലം കൂടി ഉണ്ടായി. അപ്പോൾ BSFൻ്റെ ഓഫീസേഴ്സ് അവരുടെ അടുത്ത് പറഞ്ഞു എന്നെ കൂടി കൂട്ടാനായിട്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് നടന്നിട്ട് പോകണം. ഇവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇങ്ങനെ നടന്നിട്ട് പോകണം. लंबा वाला. अच्छा उस साइड पाकिस्तान है ना. ഇവിടെ ഇപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരൊന്നുമില്ല. ഇവിടെ ആകെ പാർക്കിങ്ങിൽ നമ്മുടെ കാറ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആകെ 3 കാറേ ഉള്ളൂ ഇവിടെ. അത് ഇപ്പോൾ സീസണല്ലല്ലോ. ഇപ്പോൾ ഇവിടെയൊക്കെ ടൂറിസ്റ്റുകൾ അത്ര വരുന്നില്ല. ഇപ്പോൾ ടൂറിസ്റ്റ് സീസൺ എന്ന് പറയുമ്പോൾ രാജസ്ഥാനിൽ നവംബർ ഡിസംബർ ജനുവരി ഈ ടൈമാണ് കൂടുതൽ ടൂറിസ്റ്റ് ഉണ്ടാവല്. ഇപ്പോൾ അത്ര ടൂറിസ്റ്റൊന്നുമില്ല. അവിടേക്ക് ആക്ച്വലി ബോർഡറിലോട്ട് ക്യാമറ അലൗഡ് അല്ലാന്ന്. സോ ഇവിടെ BSFൻ്റെ ആർമി പറഞ്ഞു ബോർഡറിലോട്ട് ക്യാമറ അലൗഡ് അല്ലാന്ന്. സോ ക്യാമറ കൊണ്ട് ഈ കാറിൽ വെക്കുവാന്ന്. ഇന്ത്യൻ സൈഡ് അവിടെ ഫെൻസിങ് ഇതിൻ്റെ അപ്പുറത്ത് മൂവ്മെൻറ്റ്സ് കണ്ടിട്ട് പോകും. അതായത് ഇന്ത്യൻ്റെയോ പാകിസ്ഥാൻ്റെയോ രണ്ടുമല്ല സ്ഥലങ്ങളും. അത് കഴിഞ്ഞിട്ടാണ്
ഹെലിപാഡ് ഉണ്ട് ഇവിടെ. അത് ഹെലിപാഡാണ്. സോ ഇവിടെ വലിയ നമ്മുടെ പൊളിറ്റീഷ്യൻസ് ഇല്ലെങ്കിൽ എന്തെങ്കിലും എമർജൻസിക്ക് ആർമിക്കാർ വരണമെങ്കിൽ ഹെലികോപ്റ്റർ ചെയ്ത് ലാൻഡ് ചെയ്യാനായിട്ട്. അതിവിടെ ഇതാണ് ക്യാമൽ സഫാരി. ക്യാമൽ സഫാരി ചെയ്യുന്നുണ്ട്. ओके भैया, थैंक यू वेरी मच. थैंक यू भैया, मिलेगा. मैं वो फोटो सेंड करते हैं. ओके. कभी नागौर साइड आओगे तो कॉल कर. हाँ मैं कॉल करता हूँ नागौर साइड आए तो. नागौर किस साइड होता है राजस्थान का? हरियाणा साइड. बीच का. हाँ 8. अच्छा सेंटर में. हाँ. मेरे को सुना कभी है नागौर, फिर किधर है मालूम नहीं. जोधपुर से ना. हाँ जोधपुर से थोड़ा. हाँ जोधपुर से कितने किलोमीटर है? जोधपुर तो 200 किलोमीटर. हाँ. मौज करो. ओके भैया, थैंक यू वेरी मच. मिलेगा. ओके बाय. ആക്ച്വലി നല്ല ആൾക്കാരാണ്. അവർക്ക് ഭയങ്കര എന്താ, കേരളത്തിൽ നിന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു സ്നേഹം. അങ്ങനെ അവരുടെ കൂടെ പോയിട്ട് വന്നു. അവിടെ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ല. ബോർഡറിൽ സെക്യൂരിറ്റി റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കുറേ സെക്യൂരിറ്റി ചോദ്യങ്ങളുണ്ട്. അതായത് ഇവർ രാജസ്ഥാനി ആൾക്കാരുടെ കൂടെ എന്തിന് ഞാൻ ഒറ്റയ്ക്ക് വന്നു, അങ്ങനെ ഇങ്ങനെ. പിന്നെ എവിടെയാ സ്ഥലം, കേരളത്തിൽ എവിടെയാ സ്ഥലം, പിന്നെ കേരളത്തിൽ നിന്ന് എന്തിനും ഒറ്റയ്ക്ക് വന്നു, ഒറ്റയ്ക്ക് വരണമെങ്കിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ അവിടുത്തെ BSF ഓഫീസർ ചോദിച്ചു അവിടെ ബോർഡറിൽ. പക്ഷെ ഞാനെല്ലാം നമുക്കൊരു ഉദ്ദേശമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. ആക്ച്വലി അങ്ങനെ ചോദിക്കുന്ന അവരുടെ ഡ്യൂട്ടിയാണ്, നല്ലതാണ് ആക്ച്വലി. അതിൽ പ്രോബ്ലം ഒന്നുമില്ല. കാരണം ചോദിക്കണമല്ലോ, അതാണല്ലോ അവരുടെ ഡ്യൂട്ടി. യെസ്, അത്രേ ഉള്ളൂ. പിന്നെ അകത്ത് കയറ്റി വിട്ടു. ആധാർ കാർഡൊക്കെ നോക്കി ചെക്ക് ചെയ്തു, എന്നിട്ട് അകത്ത് കയറ്റി വിട്ടത്. ഞാനിപ്പോൾ ബസ് എടുക്കുവാണ് ഇവിടുന്ന് ഒരു 120 കിലോമീറ്റർ ഉണ്ട് ബാക്ക് ടു ജയ്സൽമേർ. ഈ തനോത്ത് മാത ടെമ്പിളിൻ്റെ ഇവിടുന്ന് 120 കിലോമീറ്റർ ഉണ്ട്. ഇവിടുന്ന് ഈ ബസ്സിൽ സീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ബസ്സിൽ പോവാന്ന്. മോസ്റ്റ്ലി ഞാൻ റാംഗഡിൽ ഇറങ്ങുമായിരിക്കും, അറിയില്ല. കാരണം ഇന്ന് വെള്ളിയാഴ്ചയല്ലേ. സോ എനിക്ക് ഉച്ചയ്ക്ക് നിസ്കരിക്കാൻ ചിലപ്പോൾ ഞാൻ റാംഗഡിൽ ഇറങ്ങുമായിരിക്കും, അറിയില്ല. ഇവിടെ ഇങ്ങനെ വഴിയിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ തനോത്ത് അമ്പലത്തിൽ നിന്ന് കുറച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടെ വേറൊരു അമ്പലമുണ്ട്. അവിടെ ബസ് നിർത്തിയിട്ട് കുറച്ച് ആൾക്കാർ പോയിട്ട് അവിടെ ജസ്റ്റ് എന്തോ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വരുന്നു. അങ്ങനെ ഇവിടെ റാംഗഡ് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് ഞാൻ റാംഗഡിൽ ആക്ച്വലി ഇറങ്ങി. ഇവിടുന്ന് ഒരു 60-70 കിലോമീറ്റർ ഉണ്ട് ജയ്സൽമേറിലോട്ട്. ഞാനിവിടെ ഇറങ്ങി. ഇവിടുന്ന് കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന്. സോ ഇതാണ് റാംഗഡ്. ഇത് ഈ തനോത്തുനിന്നും ജയ്സൽമേർക്കും ഇടയ്ക്ക് വരുന്നൊരു വലിയൊരു ടൗണാണ് ഈ റാംഗഡ് എന്ന് പറയുന്നത്. ഇവർ നമ്മളൊന്ന് ബസ്സിൽ ഇവിടെ സാധനങ്ങൾ ലോഡ് ചെയ്യുന്നത് മേലേക്ക്. ആക്ച്വലി ഇവിടെ ഈ രാജസ്ഥാനിലെ ആൾക്കാർ ഈ ബസ്സിൻ്റെ മേലൊക്കെ ഇരുന്നിട്ട് പോകും. എനിക്കങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടിയിട്ടില്ല. പക്ഷേ ഞാൻ കണ്ടിന്, ഞാനിങ്ങനെ നടന്നുകൊണ്ട് വരുമ്പോൾ ഒരു ബസ് പോയിക്കൊണ്ടുണ്ടായി. അതിൻ്റെ മേലെ ഇങ്ങനെ ആൾക്കാർ ഇരുന്നിട്ട് പോകുന്ന ഇത് കണ്ടിരുന്നു ഞാൻ. പക്ഷേ ഈ ബസ്സിൽ പോകുമെന്ന് അറിയില്ല. പക്ഷേ ഇവരിപ്പോൾ അവിടെ സാധനം ലോഡ് ചെയ്തുകൊണ്ടുള്ളത്, എന്തൊക്കെയോ ഗൂഡ്സ് ലോഡ് ചെയ്തുകൊണ്ടുള്ളത്, ചിലപ്പോൾ മേലെ ഇരുന്ന് പോകാമായിരിക്കും. റാംഗഡ് എന്ന് പറയുമ്പോൾ ഈ മരുഭൂമിയിലെ ഒരു വലിയൊരു ടൗണാണ്. ആക്ച്വലി നല്ല അത്യാവശ്യം വലിപ്പമുള്ളൊരു ടൗണ്, ഒരു മരുഭൂമിൻ്റെ നടുക്കായിട്ട് വരുന്നത്.
അങ്ങനെ നമ്മൾ റാംഗഡിൽ ഇറങ്ങിയിട്ട് പള്ളി പോവാന്ന്. ഇന്ന് വെള്ളിയാഴ്ച അല്ലേ, ഇന്ന് വെള്ളിയാഴ്ച അങ്ങനെ നിസ്കരിക്കാൻ പോവാന്ന് ഇവിടെ രാംഗഡിലെ പള്ളിയിൽ. ഒരു ഭായിസാബിന് കിട്ടിയിട്ടുണ്ട്, ഇയാൾ ഈ ഭായിസാബ് പള്ളിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് പോവാന്ന്. ഇതാണ് ഇവിടെ പള്ളിയിലേക്ക് പോകുന്ന വഴി. സോ ഇതെങ്ങനത്തെയാണ് ഇവിടുത്തെ വഴികളൊക്കെ. ആക്ച്വലി ഒരു നല്ല എക്സ്പീരിയൻസ് ആണ്, ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. ഈ ബയ്യാണ് നമ്മളെ കൂട്ടിക്കൊണ്ട് പോകുന്നത്. ഇതാണ് ഇവിടുത്തെ പള്ളി വരുന്നത്. ഇവിടുത്തെ പള്ളി ഇതാണ്. जिनके